കൈ പടർത്തി. ആ അയ്യോ നിന്നോളോ? ഇല്ല കുഴപ്പമില്ല. ഹായ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പൊ ഞങ്ങൾ നിൽക്കുന്നത് ഫാം വില്ലയിലെ നോക്കി കണ്ട ചാവക്കാടുള്ള ഫാം വില്ലയിലെ. അപ്പൊ ഇവിടെ പെറ്റ്സിനെ കാണാൻ വേണ്ടി വന്നേക്കണേ. അപ്പൊ നമുക്ക് അതിന്റെ അകത്തത്തെ വിശേഷങ്ങളൊക്കെ കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് ഞങ്ങൾ കൂടിയാലോ അല്ലേ? ഓക്കെ. അപ്പൊ ഞങ്ങള് ഇതിന്റെ അകത്തേക്ക് കയറണേ. കയറി വരുമ്പോ തന്നെ ഇങ്ങനെയൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് അതിന്റെ മെയിൻ എൻട്രൻസ്. കയറി വരുമ്പോ തന്നെ കാണുന്നത് ഒട്ടകത്തിനേക്കാണ് കാണുന്നത്. ഒട്ടകം റെസ്റ്റ് ആണെന്ന് തോന്നുന്നു. ഉച്ച ടൈമിനാണ് ഞങ്ങൾ എത്തിയേക്കണത്. അപ്പൊ ഫീഡ് ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് ഇവിടെ. അത് വാങ്ങിച്ചോ തിരിഞ്ഞേക്കെ കാണാൻ പറ്റില്ല. റെസ്റ്റ് ആണെന്ന് അനക്കൂല്ലല്ലോ അവിടെ. എണീക്കേണ്ട വന്നത് അമ്പ കുഴപ്പമില്ല. അജിസ കൊടുക്കടാ. തൊടാൻ പറ്റോ? ഇവനാണ് നമ്മുടെ ഫാമിലിയിലകത്തേക്ക് കയറുമ്പോൾ ആദ്യം നമ്മളെ സ്വീകരിക്കാൻ നിൽക്കുന്നത്. എന്നല്ല അപ്പൊ ഇതേ കുറെ വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഇതിന്റെ അകത്തുണ്ട്. നമുക്ക് അതിന്റെ അകത്ത് കയറി നമുക്ക് കാഴ്ചകളൊക്കെ കാണാം. അടുത്തതായി നമ്മുടെ ഇവിടെ ഒരു കഴുതയുണ്ട് കേട്ടോ. കഴുത അത് കുതിര. നോക്കൂ. കൈയടിക്കുന്നില്ലല്ലേ? എന്നാലും ആദ്യമേ കൊടുക്കുമ്പോഴൊരു പേടി. കുഴപ്പമില്ലടാ. പതിയെ വെച്ചുകൊടുത്താ ആ ഇതിനെ ജസ്റ്റ് ഒന്ന് തൊട്ട് ഒക്കെ എടുത്താൽ കുഴപ്പമൊന്നുമില്ല. അതിനെ ഉപദ്രവിക്കാതിരുന്നാൽ മതി. ഏതാ മീനിയേച്ചർ ടൈപ്പ് ആ കുതിര എന്ന് പറയുന്നത്. എന്താ ഹെയറൊക്കെ നോക്കി നല്ല സ്റ്റൈലായിട്ട് ഇങ്ങനെ ഇറങ്ങി. ഉച്ച ടൈം ആയത് കാരണം എല്ലാം ക്ഷീണിച്ച ആ വെയിലൊക്കെ കൊണ്ട് ചൂടത്ത് ഇങ്ങനെ മാറി കിടക്കണായിരുന്നു. കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ? എങ്ങനെയുണ്ടൊക്കെ? അടിപൊളിയല്ലേ? വീട്ടിൽ കൊണ്ടുപോകാൻ. അടുത്തത് മീനിയേച്ചറിൽപ്പെട്ട തന്നെ ഒരു ബുള്ളാണ് ഇവിടെ കിടക്കണത്. നോക്കിയേ, പൊട്ടൊക്കെ തൊട്ട് അടിപൊളിയാക്കി എടുത്തേക്കണേന്. ഒരു കുളം പോലെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഒരറ്റത്തായിട്ട് അരയഞ്ഞോണെന്ന് തോന്നുന്നത്. ബ്ലാക്ക് കളറല്ലേ? അതിന്റെ കൂടെ കാര്യങ്ങളൊക്കെ കപ്പുറത്ത്. അതിന്റെ ഒരു ഷെൽട്ടറൊക്കെ അവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയില് നല്ല വൈറ്റ് കളറിലൊക്കെ ചെയ്ത് വെച്ചേക്കണം. കയറുമ്പോൾ തന്നെ ചെറിയ കൂൾ ഡ്രിങ്ക്സ് കടയൊക്കെ ഉണ്ട്. അപ്പോൾ ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് ലാവിഷായിട്ട് എൻജോയ് ചെയ്ത് നമുക്ക് ഇതിൻ്റെ അകത്തുള്ള കാഴ്ചകളൊക്കെ കാണാം. പിന്നെ കാണാം എമ്മു വേണ്ട. എന്താ സാധനം, കൊത്തരുത്. നല്ല ഹൈറ്റാണുള്ള എമ്മു ഇങ്ങനെ കിടപ്പുണ്ട്. എമ്മുവിനെ കണ്ട്. ഹലോ, നോക്കട്ടെ. കുഴപ്പമൊന്നുമില്ല കേട്ടോ. നൈസ്, കുഴപ്പമില്ല. എന്റെ ഫെദറൊക്കെ നോക്കിയേ, എന്താ ഇത് നോക്കിയോ, എന്താ ഭംഗി. സൂപ്പർ. കുഞ്ഞ് തുടരണമെന്നില്ല. ഇങ്ങോട്ട് വരുമ്പോ ആടിന്റെ ഇതിൽപ്പെട്ട എല്ലാത്തിന്റെ പേര് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പേരൊന്നും ഞാൻ എടുത്ത് കാണിക്കുന്നില്ല. പേരൊക്കെ എടുത്ത് കാണിച്ചു കഴിയുമ്പോഴത്തേക്കും ഒരുപാട് ടൈം ഇങ്ങനെ അതുകൊണ്ടാണ് ഞാൻ കാണിച്ചത്. നമ്മളെ എത്തി നോക്കണേ. എനിക്കൊന്നും ഇല്ല, ഫുഡൊന്നും ഇല്ലാന്ന് ചോദിക്കണത്. അകത്തേക്ക് പറ്റില്ല. അതിലിപ്പോ ഇത് ഡേഞ്ചറാന്ന് പറഞ്ഞല്ലോ. ഇതിനാളിച്ചിരി ഡേഞ്ചറാന്ന് പറഞ്ഞു. അതിന്റെ അകത്തേക്ക് കയറണമെന്ന് പറഞ്ഞു. കൊമ്പൊക്കെ കണ്ടിട്ട് തന്നെ പേടിയാണ്.
നല്ല ഇടിവെള്ളം നല്ല ഭംഗിയുണ്ട് കാണാനല്ലേ. എന്റെ ഫുഡും കൊണ്ട് പോണേ. ഇത് വേറൊരു ഐറ്റം ആണത്. ഇതൊക്കെ ഏതിൽ പെട്ടണത്? ഇത് പിഗ്നി കോട്ടൺ എന്ന് പറഞ്ഞൊരു ഐറ്റം ആണത്. ഇത് സിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനമാണ്. ചൈനയാണ് ആള്. സ്ഥലം അതിന്റെ ചൈന സ്വദേശിയാണ്. നോക്കാം ഇതിനകത്ത് കയറിയ കുഴപ്പമില്ല. നോക്കാം എന്താ നോക്കി സൈഡിലേക്ക് ചെല്ലടാ. എന്റെ കൊമ്പൊക്കെ നോക്കിയല്ല ഷാർപ്പായിട്ട് ചെയ്യുന്നുണ്ട. ആള് നല്ല ക്യൂട്ടായിട്ടുള്ള സംഭവമാണ്. നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്. നല്ല ഭംഗി ആണോ? ഹായ്, ഒരു ഹായ് പറഞ്ഞേ. എവിടെ സ്ഥലം? ഇവിടെ അടുത്ത് തന്നെയാണോ? വെക്കേഷൻ കഴിയാ? വെക്കേഷൻ ആയോ? ആയിട്ടില്ല. അതിന്റെ വരവ് കണ്ടോ? നല്ല തുള്ളിച്ചാടി വരുന്നത്. ഇത് ക്യൂട്ടാ നോക്കിയേ. സൂപ്പർ. ആളെ ഫുഡ് കഴിച്ച് കഴിക്കുന്നതിന്റെ തിരക്കാതെ കാരണം. ഓക്കെ ഇത് പൊമരൻ ഗൂസ് എന്ന സംഭവം. ജർമ്മനിയാണ് അതിന്റെ സ്ഥലം. കടിക്കുന്ന നല്ലപോലെ കടിക്കുമെന്ന് പറയണം. ഇതെല്ലാം ഐറ്റത്തിൽ പെട്ട ഞാനല്ലേ. പിന്നെ അടുത്തേക്ക് വരുമ്പോ സൂക്ഷിക്കുക. കടിക്കാനുള്ള ഇതാണ് പല്ലാണ്. നല്ല പല്ലാണ് അതിന്റെ. അതും കടിക്കാൻ തോന്നണല്ലേ. അതും കടി. അത് രണ്ടും സെയിം വരിപ്പെട്ട രണ്ട് സ്ഥലമാണേ ഉള്ളൂ. ചൂടായത് കാരണം എല്ലാം അതിന്റെ തണലത്ത് മാറിയിരിക്കുന്നു. തണലത്ത് കയറിയിരിക്കുന്നത് കാരണം അടുത്തേക്ക് വരുന്നില്ല. നല്ല വെയിലായാലോ. ഉച്ച ടൈം ആയത് കാരണം. മറ്റേ ഇതാ നോക്കിയതിന്റെ ഹെഡ് നോക്കിയ ഹെഡൊക്കെ കാണാൻ എന്താ ഭംഗിയാ നോക്കിയിട്ടുണ്ടോ? പോലെ 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 ബ്രീഡാണ്. അമേരിക്കൻ ഒരു സ്വദേശം വരുന്നത്. ഒരു എഗ് ലൈറ്റ് ഗ്രീൻ കളറാണ്. ശരീരം ഫുള്ള് ഇതുപോലെ ബ്ലാക്ക് കളറിനില്ല. വെയിലത്ത് തന്നെ നന്നായിട്ട് വെയിലടിക്കുന്നതല്ലേ. ആ വെയിലത്തേക്കൊക്കെ വരുമ്പോ അതിന്റെ കളറ് ചേഞ്ച് ആണോ? ചെവി എപ്പോഴും താഴ്ന്നെടുക്കും. ഇതൊക്കെ എല്ലാവരും ഒറ്റ ഐറ്റം തന്നെയാണല്ലേ. നെതർലൻഡിന്റെ സാധനമാണ്. നെതർലൻഡ് ചെവി ചെറുതായിരിക്കും, മുഖം ചെറുതായിരിക്കും. ഇതൊരു അഡൽട്ട് പീസാണ്. അങ്ങനെയുള്ള വലുപ്പമാണ്. ഒരു വൈറ്റ് ഒക്കെ ആണെങ്കിൽ നല്ല രസമുണ്ടാവും. കുഞ്ഞുങ്ങള് കാണാനായാലും നല്ല ഭംഗിയായിരിക്കും. നമ്മള് യൂറോപ്യൻസിന്റെ വീഡിയോയിലൊക്കെ കാണുന്നത് ഈ ഒരു ഐറ്റത്തിന്റെ. വീട്ടില് സിംഗിൾ പീസായിട്ട് അകത്തിട്ട് വളർത്തുന്നതാണ്. ഒരു മേലെന്ന് പറഞ്ഞാല് നല്ല കമ്പിൾ പുറപ്പ് പോലെ വെൽവെറ്റ് പോലെ. അതായത് ഇതിന് കുറഞ്ഞ നാശില് ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ അടിയിൽ നിന്ന് മുകളിലോട്ടാണ് തുടങ്ങുന്നത്. അടിയിൽ നിന്ന് മുകളിലോട്ട് ഇവിടുന്ന് വരാൻ
വെൽവെറ്റ് പോയിരിക്കും. കമ്പിയിലൊക്കെ തുറന്ന ആ ഒരു ഫീലാണ്. അതായത് സംഭവം അടുത്തൊന്ന് ശരിക്കും ഉണ്ടാക്കട്ടെ. ഇതാണ് നമ്മുടെ സംഭവം. ഇപ്പൊ നമ്മൾക്ക് സ്പെഷ്യലായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് പെരുന്നാൾ സ്പെഷ്യലായിട്ട് വരുന്ന ഐറ്റംസ് ആണ്. ഒരുപാട് ഐറ്റംസ് നമുക്ക് ഇനി വരാനുണ്ട്. പുതിയ ഐറ്റം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ടെഗു. ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ടെഗു എന്ന് പറയണതിനാ. അതായത് നമ്മുടെ ഉടുമ്പ് വെറൈറ്റി ആണ്. ഉടുമ്പിന്റെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള ഐറ്റം. ഇതെങ്ങനെയാണ് ഈ വയലന്റ് ആയിട്ടുള്ള സംഭവം അല്ലെങ്കിൽ വേറെ കുഴപ്പമൊന്നുമില്ല. ഇതും ഗൂസിന്റെ ഇനത്തിൽപ്പെട്ട് തന്നെ വേറെ ഒരു ഓസ്ട്രേലിയക്കാരനാണ്. ഒറ്റയ്ക്കുള്ള ആള്. ഇത് നന്നായി പറക്കും. ഒരു 4 മണിക്കൂറുള്ള ഒരു പറക്കും. പറക്കാൻ കഴിയുള്ള ഐറ്റം ആണല്ലോ. ഇത് ഗൂസിന്റെ ശരീരവും നമ്മളെ കഴിച്ചിട്ട് ഇല്ലാത്ത ടൈപ്പ് കഴുകുന്നുണ്ട്. അതിന്റെ ചുണ്ടാണ് വരുന്നത്. ചുണ്ട് നല്ല ഷാർപ്പാണ്. ഇത് വയലിൻ ടൈപ്പാണ്. അതായത് നമ്മളെ തൊട്ട് ഇണങ്ങത്തില്ല. മനസ്സിലായിട്ട് ഇട്ട് ഇണങ്ങത്തില്ല. പറന്നു. അതായത് പറഞ്ഞത് 4 മണിക്കൂറോളൊക്കെ പറക്കാനുള്ള ഫുഡൊക്കെ നോർമൽ ഫുഡ് കഴിക്കാണ്. ഈ മറ്റേ കൊടുക്കണല്ലോ. ഒരു സൗണ്ട് വരുന്നത് നമ്മളെ കാട്ടുപന്നിയുടെ സൗണ്ടുമായിട്ട് കാണുന്നത്. അതായത് അനിമൽ സൗണ്ട് ആണ് വരുന്നത്. അല്ല നമ്മളൊട്ടും വിചാരിക്കത്തില്ല ഇതിന്റെ സൗണ്ടാണ് വരുന്നത്. നമ്മളെ പെട്ടെന്ന് പറയുകയാണെങ്കിൽ ഈ കാട്ടുപന്നികളൊക്കെ നമ്മള് വെടിവെക്കാനായാലും വേട്ടക്കാനൊക്കെ പോകുമ്പോ സൗണ്ട് ഉണ്ടാക്കുക. ആ ഒരു സൗണ്ടാണ് സൗണ്ട് വരുന്നത്. സാമി തോന്നുന്ന സൗണ്ട് ആയിട്ടാണ്. ഇങ്ങനെ വരുമ്പോഴത്തേക്കും കാറ്റ്സിന്റെ ഒക്കെ ഐറ്റത്തിൽപ്പെട്ട സംഭവമാണ്. ഫുള്ള് കാറ്റ്. എല്ലാവരും നല്ല ഉറക്കത്തില് പുള്ളിയപ്പേന്റെ സ്റ്റൈല് ഉണ്ടാവും. അതിന്റെ സ്കിന്നൊക്കെ ഒക്കെ അവര് ശരിക്കും പുള്ളിപ്പുലിനെ പോലെയൊക്കെ തന്നെ ഇരിക്കണം. എല്ലാവരും നമ്മുടെ ഐറ്റം. ഓക്കെ, ചെറിയൊരു പുള്ളിപ്പുലിയുടെ കുഞ്ഞു കിടക്കുന്ന പോലെ കിടക്കും. എല്ലാത്തിന്റെ പേര് ഞാനിതിൽ കാണിക്കുന്നുണ്ട്. ചില പേരെല്ലാം പറഞ്ഞു പറഞ്ഞെടുക്കാൻ ഇച്ചിരി താമസം വന്ന കാരണം പോകൂലല്ലേ ഇങ്ങനെ കിടന്നോളൂ അല്ലേ ഇത്. നന്നായി മസാജ് ചെയ്യാറുണ്ട്. ഓക്കെ, ഷോർട്ട് ഹെയർ എന്ന് പറഞ്ഞ ഐറ്റമാണ്. ബ്രിട്ടനാണല്ലേ? ഓ, ബ്രിട്ടൻ സ്വദേശിയാണ്. നല്ല സ്നേഹമാണ്. കാണുമ്പോ നമുക്കൊരു പേടി തോന്നും അല്ലേ? ഒരു ഫേസ് അടുത്തൊന്നും മാറിയില്ല. ഒരു മിനിറ്റ്. എടാ അങ്ങനെ ചേട്ടൻ ഇറങ്ങാൻ പറ്റില്ല. ബ്ലാക്ക് കളറിന് പകരം നമ്മള് ഗ്രേ കളർ മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും.
ലോകത്തിലെ ഏറ്റവും വലിയ പൂച്ചയിൽപ്പെട്ട അതാണത്. ഇതിന്റെ പേരുന്ന ഇതെല്ലാം സിൽക്കി കോഴിയുടെ ഐറ്റത്തിൽപ്പെട്ടാണ്. എന്നാ രസം നോക്കി. എന്നാ കാല് കുഴപ്പമുണ്ടാ? കാല് കൈ പടർത്തി. അയ്യോ നിന്നോളോ? ഇല്ല കുഴപ്പമില്ല. കൈ കിടന്ന് വരക്കുന്നുണ്ട്. സാധനം കിടക്കണൊക്കെ ബ്ലാക്ക് കളറുള്ള തേളാണ് കിടക്കണ. തേള് സ്പൈഡർ കിടക്കണ. സ്പൈഡർ ആർക്കെടുക്കണ്ടേ? ഇതൊക്കെല്ലാം സ്നേക്സിന്റെ ഇവിടെ ബ്ലാക്ക് കളറിലെ സ്നേക്കാണ്. അതേപോലെ ഫുഡ് കഴിച്ചതിന് ശേഷം അതിങ്ങനെ കിടത്തേക്കണം. അത് കാരണം നമുക്ക് എടുക്കാൻ പറ്റൂല. ഇതിനെടുക്കാൻ തോന്നുന്നു അല്ലേ? ഇതിനെടുക്കാൻ പറ്റും. വൈറ്റ് കളറിലത്തെ സ്നേക്കാണ്. എല്ലാം ഫീഡ് ചെയ്ത് കഴിഞ്ഞിട്ട് കിടക്കുന്നത്. ഇത് ഏതാണ് ഐറ്റം? ഗിനി എന്ന സംഭവമാണ്. എല്ലാത്തിന്റെ പേര് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ തന്നെ വേറെ വെറൈറ്റി ആണ്. അത് ലോങ് ഹെയർ വരും. നല്ല ഹെയർ ഉണ്ടാവും. ഇത് നല്ല ലോങ് ഹെയറിൽ പെട്ടാണ്. അത് ഇത് അതിന്റെ ഷോർട്ട്. ഇത് ബിയർഡ് ഡ്രാഗൺ ആണ്. ബിയർഡ് ഡ്രാഗൺ ഓസ്ട്രേലിയൻ പല്ലിയുടെ. ദൂരത്തേടിയുള്ള ആൾക്കാരൊക്കെ എടുക്കാൻ ഇതില്ല. എടുത്തിട്ട് നമ്മൾ നിലത്തിടാൻ പറ്റില്ല. ഇതിങ്ങനെ കിടന്നോളൂ. നനച്ചു പോവാൻ നോക്കും. ഡ്രാഗൺ എന്ന് പറയുന്നത് നമ്മളെ കാർട്ടൂൺ ഫിലിംസിലൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ടാവും. ഒരു ഫേസിലുള്ള ഡ്രാഗൺ. ഇത് സത്യം പറഞ്ഞാൽ പല്ലി വർഗ്ഗമാണ്. ഡ്രാഗനെ പോലെ കാണുന്ന കാരണമാണ് സെയിം ആ ഡ്രാഗന്റെ ഒക്കെ ഒരു ഇതുപോലെ ഡ്രാഗന്റെ ആ പേര് കൊടുത്തിരിക്കുന്നത്. ബിയർ ഡ്രാഗൺ ആണ്. ബിയർ ഡ്രാഗൺ. ഇത് ടെഗു എന്ന് പറഞ്ഞ സംഭവമാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറാണ്. കുഞ്ഞു സംഭവങ്ങൾ. തീരെ ചെറിയ എലിയുടെ ഇനത്തിലേക്ക് പെട്ട ഒരു ഐറ്റം. തീരെ ചെറിയ കുഞ്ഞത് പ്രസവിച്ച് പറഞ്ഞ കിടപ്പുണ്ട്. തീരെ പൊടി പറഞ്ഞ കിടക്കണണ്ട. എനിക്ക് കാണാൻ പറ്റണ്ട. കണ്ടത് ഇത് പ്രസവിച്ചിട്ട് ഇളമോ പൊടിക്കാച്ച് സാധനം കിടക്കണം. ആകെ എത്ര ഉള്ളു. കുഞ്ഞിനെ കണ്ടിട്ട് അറിയുന്നില്ല. ഇതാണ് അതിന്റെ മെയിൻ. അത് അമ്മയെന്നോ ഫീഡ് ചെയ്തെന്നിരിക്കണേറ്റെന്നോ. ഞാൻ ചെറുതാ. ഇഗ്വാനയുടെ ചെറിയ സ്മോൾ ടൈപ്പ് സാധനം കേട്ടോ. ക്യാരറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. സ്പൈഡർ പൈപ്പ് എന്ന് പറഞ്ഞ ഐറ്റം നമുക്ക് പുറത്തെടുത്ത് കാണാം. സോളാർ ഗ്ലാസ് കണ്ട ബോൾ പൈത്തിന്റെ പോലെ തന്നെ ഇതും പൈത്തൻ വർഗ്ഗം തന്നെ. സ്പൈഡർ പൈത്തൻ എന്ന് പറയുന്നത് കുഞ്ഞാണ് അതിന്റെ. അതായത് പക്ഷേ ഇണക്കം കുറവാണ്. ഇണങ്ങി വരുന്നുള്ള കുഞ്ഞായ കാരണം. എന്നാലും അത്യാവശ്യം നമ്മൾക്ക് ധൈര്യം വെച്ചിട്ട് നമ്മൾ എടുക്കുന്നത്. കടിക്കലും കാര്യങ്ങളൊക്കെ എങ്ങനെ? ഇപ്പൊ കടിച്ചിട്ടൊന്നുമില്ല നമ്മളതിലായിട്ട്. കുട്ടികളൊക്കെ ഫാമിലി ഞാൻ കൊടുത്തോളാം. ഫാമിലി കഴിക്കാൻ കൊടുത്തോളാം. ഇതിന്റെ പേരാണ് കരാറ്റ്. ഇതൊരു 20 മണിക്കൂറൊക്കെ കിടന്നു തുടങ്ങും. 4 മണിക്കൂർ ഫുഡ് കഴിക്കാൻ അങ്ങനൊക്കെ ആയിട്ടാണ്. ഫുഡ് ഉറക്കമാണ് മെയിൻ. ഉറക്കമാണ് മെയിൻ. ഇപ്പൊ കൊണ്ട് വെച്ചെടുത്തോ അതവിടെ കിടന്നു തുടങ്ങും. ഇന്ന സ്ഥലമൊന്നുമില്ല. എവിടെ വേണമെങ്കിൽ കിടന്നു തുടങ്ങും. എനിക്ക് ഉറങ്ങിയാൽ മതി എന്ന് മാത്രമേ ഉള്ളൂ.
ഫുഡ് അടിക്കുക ഉറങ്ങുക രാവിലെ ഫുഡ് വെച്ചു കൊടുത്ത കഴിച്ചോളൂ. സ്വന്തമായിട്ട് നമ്മള് ഒരു 20 മണിക്കൂർ കിടന്നുറങ്ങുക, 4 മണിക്കൂർ ഫുഡ് കഴിക്കാൻ. അതായത് 4 മണിക്കൂർ മാത്രം വർക്ക് ചെയ്യുള്ളൂ. ഓരോ മണിക്കൂർ കൂടുമ്പോ ഫുഡ് ഉണ്ടാവും. രാവിലെ 1 മണിക്കൂറത്തെ ഫുഡ്, ഉച്ചക്ക് 1 മണിക്കൂറത്തെ ഫുഡ്, വൈകുന്നേരം അങ്ങനെ. അടിപൊളി ചെയ്യണം. അതെ. ഫുഡ് കിട്ടിയാന്ന് വെച്ചാൽ എണീറ്റ് നോക്കണ്ട തലമുറ. പർപ്പസ് ചാർജ്. നമ്മുടെ നാട്ടിലുള്ള മൈന ഉണ്ടല്ലോ, മൈനയുടെ പറഞ്ഞു പോണ നല്ല രസമാണ്. എടുത്തിളങ്ങി വെയിലത്ത് കാണാൻ ഭംഗി. പെട്ടെന്ന് കാക്ക കുട്ടികളെ പോലെ. ഇത് ഫീനിക്സ് എന്ന് പറഞ്ഞാല്, ഫീനിക്സ് നമ്മള് ബേഡ് നമ്മള് പുസ്തകത്തിലൊക്കെ പറഞ്ഞു അതിന്റെ തന്നെ കോഴി പറയും. കോഴിയുടെ ഒരു പ്രത്യേകത എന്താ വെച്ചാല് ഒരു വാലാണ്. 3 മീറ്ററോളം വാല് വരും. 3-4 മീറ്ററൊക്കെ വാല് മാത്രം. 5 തരം 5 ടൈപ്പ് 5 വെറൈറ്റി. എഗ്വാനയുടെ വലിയ ടൈപ്പാണ്. ഇതിന്റെ പേരാണ് മർമോസെറ്റ്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ പോക്കറ്റ് മങ്കി എന്നും പറയും. ഡേഞ്ചർ ആണല്ലേ. കൂടിന്റെ അടുത്തേക്ക് അധികം നിൽക്കാതിരിക്കാൻ നല്ലത്. യൂറിൻ പാസ്. ഓ എടാ മാറിക്കൊടുത്തു. പിഞ്ചസ് തന്നെ ഒരു വെറൈറ്റി. അതിന്റെ ടൈൽ നോക്കിയത് പിഞ്ചസ് വേറെ. ജാവ പിഞ്ചസ് ആ ഒരു 5 വയസ്സ് പ്രായമുള്ള കുട്ടികളെ ബുദ്ധിയില്ല. ആണല്ലേ. സ്ക്രൂ ഒക്കെ അഴിച്ചെടുക്കുമെന്ന് പറയണം. 5 വയസ്സുള്ള കുട്ടികളുടെ ബുദ്ധി ഇതാ പറക്കുന്ന ഇതാണോ അത്? അതല്ലേ. അപ്പൊ ഇത് കിടക്കണ നമ്മുടെ ഒട്ടകപക്ഷിയാണ്ട ഉറങ്ങണത്. ഇപ്പൊ ഇതില് ഇവിടെ വന്നിട്ട് എടുത്തേക്കണതില് ആയിരിക്കും ഇങ്ങനത്തെ ഒരു വീഡിയോ കിട്ടിയിട്ടുണ്ടാവില്ല. കിടക്കണത് അങ്ങനെ എനിക്ക് നല്ല ഹൈറ്റാ. ഒട്ടകം യമുന വന്നപ്പോ കണ്ടതാ ഒട്ടകപക്ഷി. യമുനും ഈ പക്ഷിക്കും ഈ പ്രായം, അതായത് ഇപ്പൊ ഏകദേശം ഒരു 8-9 മാസം പ്രായത്തിൽ 2 പേര് കുട്ടികളാണ്. പേരെന്ന് പറഞ്ഞ പേര് പറഞ്ഞില്ല. അപ്പൊ നമ്മൾ ഇത്രയും വീഡിയോ ചെയ്തിട്ട് പേര് വയ്ക്കാൻ വിട്ട്. പേരൊന്നൂടെ പറഞ്ഞ സാലിദ്. ഇവിടുത്തെ എങ്ങനെ സ്റ്റാഫാണോ അല്ലെങ്കിൽ അത് ഇവിടെ വന്ന് തന്നെ സാലിദിനെ കണ്ടെങ്കിൽ സാലിദ് കറക്റ്റ് ആയിട്ട് നമുക്ക് ഇതെല്ലാം എന്തൊക്കെയാണ് ഏതൊക്കെയാന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരുവേ. അപ്പൊ ഇവിടെ വന്ന് സാലിദിനൊന്ന് കണ്ടാൽ മതി. എല്ലാ സ്പോട്ടിലും ഓരോ സ്റ്റാഫ് ഉണ്ട്. തിരക്കില്ലാത്ത കാരണം നമ്മൾക്ക് നോമ്പ് സമയത്ത് വരാണെങ്കിൽ നമുക്ക് എല്ലാ സാധനവും കയ്യിൽ പിടിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് നമ്മൾ നേരത്തെ കണ്ട യമുവിന്റെ അതേ സെയിം പ്രായമാണ്. സെമി അഡൽട്ടുകളാണ് ഇവരൊക്കെ. സെമി അഡൽട്ട് ആണോ? പിന്നെ ഇതിലും കൂടെ കുറച്ചുകൂടെ വലുപ്പം വരും. ഒന്നുകൂടെ എണീറ്റ് ആ ഹൈറ്റ് കിട്ടിയാണ്. എണീറ്റ് ആ മതലിന്റെ ഹൈറ്റാണ്. നോക്കി ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കി ഇത്രയും ഹൈറ്റ് ഉണ്ട് അതിന്. ഓക്കെ, ആ തലേന്റെ മതലിന്റെ മേളയിക്കണത് ഒരു 7 അടി ഹൈറ്റോളം ഉണ്ട്. മീർക്കേറ്റ് എന്ന് പറഞ്ഞ സംഭവമാണ്. നമ്മളെ ഡിസ്കവറി ചാനലിലേക്ക് കാണൂലേ അവിടെ. റെഡ് ഹാൻഡ് എന്ന് പറയുന്ന ഒരു ഐറ്റമാണത്. കുരങ്ങുവർഗത്തിൽപ്പെട്ട ഏറ്റവും മിനിയേച്ചർ ആയിട്ടുള്ള ഒരു സംഭവമാണ്. ആള് കടിക്കുമെന്ന് അറിയണം.
അപ്പൊ ഇഗ്വാനയുടെ വേറൊരു വെറൈറ്റി ആണ്. ഓക്കെ കണ്ട റേറ്റ് കൂടിയ ഐറ്റം ഏറ്റവും റേറ്റ് കൂടിയ സംഭവമാണ്. കടിക്കോ കുഴപ്പമില്ലാത്ത സംഭവമാണ്. ഇപ്പൊ ഇവിടെ വന്നു പുള്ളിയെ വിളിച്ച് കണ്ടു പുള്ളിയെല്ലാം ക്ലിയർ. പേര് ഇർഷാദ്, സാലിദ് പേര് മാറി സാലിദ്. അപ്പൊ നമ്മളോട് ഈ വീഡിയോയില് സഹകരിച്ചതിന് ഒരുപാട് താങ്ക്സ്. അപ്പൊ ഈ മറൈൻ വേൾഡ് കാണാൻ പറ്റുന്ന ആൾക്കാർ ഇവിടെയും കൂടി വരിക. ഇത് തുടങ്ങിയിട്ട് ഒരു മൂന്ന് മാസം അല്ലേ, 3 മാസത്തോളമായിട്ട് ആയിട്ടുള്ളൂ. ഇപ്പൊ വരിക. ഇപ്പൊ തിരക്കൊന്നുമില്ല. പിന്നെ ഇപ്പൊ വെക്കേഷൻ ഒക്കെ ആണല്ലോ, പിള്ളേരെ കൂടെ ഒന്ന് കാണിക്കും. പെരുന്നാളൊക്കെ വരുമ്പോഴത്തേക്കും ഒരുപാട് സാധനം കൂടി ഇനി വരുമെന്നാ പറയണം. അപ്പൊ പിള്ളേർക്കൊക്കെ വെക്കേഷൻ, അപ്പൊ എല്ലാ പിള്ളേരെയും കൂടെ ഒന്ന് കാണിക്കുക. കാണാൻ വേണ്ടിയുള്ള ഒരുപാട് ഐറ്റം ഇവിടെ ഉണ്ട്. ഒരിക്കലും നിങ്ങളെ സമയം പോകില്ല. അപ്പൊ എല്ലാവരും വെക്കേഷൻ ഒന്ന് കാണുക. നോൻപ് ടൈമിന് ഒരുപാട് വെറൈറ്റി ഇവിടെ ഒന്ന് കാണാം. അപ്പൊ വെക്കേഷൻ ഒക്കെ ആകുമ്പോൾ പിള്ളേർക്ക് ഇതേപോലത്തെ കുറെ കാഴ്ചകളൊക്കെ കാണാമല്ലോ. അതായത് നമുക്ക് ഏതായാലും കാട്ടിലൊന്നും പോയി ഇതേപോലത്തെ സംഭവം ഇതേപോലെ കയ്യിലൊന്നും എടുത്തത് കാണാനുള്ള സൗകര്യമില്ല. ഇതേപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ വന്നാലേ കാണാൻ പറ്റുള്ളൂ. അപ്പൊ മറൈൻ വേൾഡ് സഞ്ചരിക്കാൻ വരുന്ന ആൾക്കാർ ഇതും കൂടെ ഒന്ന് കാണുക. അപ്പൊ ഓക്കെ, ബൈ.